ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കേട്ടോ. അപ്പോൾ അതെ, 4 വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഇന്ന് ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഞങ്ങൾ രണ്ടാമത് രാവിലെ അമ്പലത്തിലേക്ക് ഒന്ന് പോകും. കണ്ണനെ എണീറ്റില്ല, കണ്ണനെ എണീപ്പിച്ച് കുളിപ്പിച്ചിട്ട് അമ്പലത്തിൽ പോകണം. പിന്നെ നമ്മുടെ ഫംഗ്ഷൻ പരിപാടി വെച്ചിരിക്കുന്ന വൈകുന്നേരമാണ്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സൊക്കെ എല്ലാവരും വന്നതിന് ശേഷം അതെ ഒരു കേക്ക് മുറിക്കലും പിന്നെ ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കി എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുന്നു. അപ്പോൾ ഗായ്സ് നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ എല്ലാവരും ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, ചിക്കൻ ബിരിയാണി. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കേട്ടാ കണ്ണാ കളയല്ലേ കുഞ്ഞ്, അച്ഛക്ക് വന്നു തരുമോ? അച്ഛൻ തിന്നട്ടെ ഇത്. താങ്ക് യു. നമ്മളെല്ലാ ഐറ്റംസും വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ബസുമതി റൈസ്, പിന്നെ തൈര്, നെയ്യ്, കണവണം, എല്ലാ സാധനങ്ങളും ഉണ്ട്, വെജിറ്റബിൾസ് എല്ലാം. അപ്പോൾ ഞാൻ 2 കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ചിക്കൻ കഴുകി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനൊരു ആവശ്യത്തിന് ഉപ്പ്. അച്ചി വേണ്ട കുഞ്ഞോ, കുഞ്ഞെന്നോ തിന്നോടാ, കളയാതെ തിന്ന്. ആണോ? നോക്കാം, താങ്ക് യു. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, கொஞ்சம் ഗരം മസാല, അല്ല കുറച്ച് ഗരം മസാല. അതെ, ഈ തമിഴ് സംസാരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമിഴ് കയറില്ല. ഇനി കുറച്ച് മല്ലിപ്പൊടി, ലെമൺ ജ്യൂസ്. ഇത്രയും സാധനം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂർ അല്ല 1 മണിക്കൂറൊക്കെ മാറ്റി വെക്കാം കേട്ടോ, നല്ലതാണ്. വെള്ളം വേണോ കുഞ്ഞ്? എന്നാ അരി ഒന്ന് കഴുകി സെറ്റാക്കി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ സവോളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വറുത്തെടുക്കാനുള്ള അത്ര ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ. നമ്മൾ എണ്ണ ഒന്ന് ചൂടാകുന്നുണ്ട്, നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആയി വരുന്നത് വരെ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. പല്ലാവരത്തിലെന്താ 1/4 മണിക്കൂറാവും. 1/2 അവർ മേലെ ആവില്ല. അല്ല, ഒരുപാട് ആവണ മുമ്പേ നമുക്ക് നല്ല കോരി എടുക്കാം. മുന്തിരി ഫ്രൈ ചെയ്തെടുക്കാം.
അതും ഒരുപാട് ഫ്രൈ ആവരുത്. ഫസ്റ്റ് ചിക്കൻ കറി തന്നെ വെക്കാം, തുടങ്ങാം. ഓക്കെ, ചിക്കൻ കറി കയറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അരിയും കൂടെ റൈസും കൂടെ ഉണ്ടാക്കണം. ഫസ്റ്റ് ചിക്കൻ അടുപ്പത്ത് വെക്കാം. ഓക്കെ, അതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പ് ഐറ്റംസ് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് സവാള, നമ്മുടെ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് അതേ സമയത്ത് തന്നെ നമ്മുടെ ബിരിയാണി റൈസിനുള്ള വെള്ളം കൂടെ വെക്കാം. ഇതിലിപ്പുറത്തെ ആഴ്ചയിൽ വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്, റൈസിനുള്ളതാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് നെയ്യ്, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പട്ട ഗ്രാമ്പു സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് സവാള കേട്ടോ. നമുക്ക് നമ്മുടെ ചിക്കൻ കറിക്ക് മസാല ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടേ മസാലയുടെ പച്ച ഫ്ലേവറൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു വിടാം. അതായത് 5 ഗ്ലാസ് അരിക്ക് ഒരു 7.5 ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം എന്നപോലെ കേട്ടോ. അത് ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. മസാല നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി മിക്സ്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളത്തിന് വേണ്ട ഉപ്പ് അധികം ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് അധികം നിൽക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക, ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഒന്നും ഇല്ലാത്തായിരിക്കും കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് പാത്രം ഒന്ന് ചേഞ്ച് ചെയ്തില്ല. എന്താ വെച്ച് കഴിഞ്ഞാലേ അത് പാത്രം അതിനകത്ത് കൊള്ളൂല, വേവത്തില്ല. ചിക്കനാകുമ്പോൾ അതിനകത്ത് കിടന്ന് വന്നോളൂ. അപ്പോൾ ഈ റൈസ് അപ്പം വലിയ പാത്രത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങ് മാറ്റി. അതായത് ഞാൻ ഉണ്ടാക്കുന്നത് 1.5 കിലോ അല്ല, 1 കിലോ റൈസ്. 1 കിലോ റൈസിന് 1 ഗ്ലാസ് 1 ഗ്ലാസ് അരി. അതായത് നമ്മുടെ നോർമൽ ഗ്ലാസ്സിന്, ഇങ്ങനത്തെ ഗ്ലാസ്സിന് ഒരു 5 ഗ്ലാസ് റൈസും 2 കിലോ ചിക്കനും. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ കൊള്ളത്തില്ല. അപ്പോൾ ഒരു 3/4 അതിനകത്ത് ഉണ്ടാക്കുക, ബാക്കി ഇതിനകത്ത് ഉണ്ടാക്കുക. 2ലും കൂടെ ആയിട്ട് ബിരിയാണി മിക്സ് ചെയ്ത് ഉണ്ടാക്കുക. ഒരു പാത്രത്തിൽ കൊള്ളാത്തതുകൊണ്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ വന്നിട്ട് 2, 4, 6 പേരുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നല്ല ബസ്മതി റൈസ് കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് നല്ല വെള്ളം കളഞ്ഞ് ഡ്രൈ ആക്കി വെച്ചാണ്. ഇനി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചെടുക്കണം. ഇതിലേക്ക് നമ്മുടെ വറുത്ത സവോള
ലേശിട്ട് കൊടുക്കാം. ഇത്ര ചാറില്ലേ? രണ്ട് ലെയർ ഇട്ടാ പോലെ. ഇഷ്ടംപോലെ. അപ്പൊ ഗൈസ് നമ്മുടെ ബിരിയാണി ദമ്മിടാൻ പോവാണ് കേട്ടോ. നമ്മുടെ ബിരിയാണി ദമ്മിട ഉള്ള പരിപാടിയാണ്. അപ്പൊ ഞങ്ങളുടെ 4ാമത്തെ വെഡിങ് ആനിവേഴ്സറി കേട്ടോ. എന്താ കണ്ണാ? എന്താ അപ്പൊ ഓരോ ഫ്രണ്ട്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ആനിവേഴ്സറി ചെറിയ ആഘോഷങ്ങളാണ് ഇതൊക്കെ. അപ്പൊ കേക്ക് മുറിയുണ്ട്. നമ്മുടെ ബിരിയാണി ദമ്മിട്ടിട്ടുണ്ട്. നോക്കാം എന്താ ആവുന്നുള്ള ഉണ്ടോ. ആ ബിരിയാണി ദമ്മിലിട്ടിരിക്കുകയാണ്. സെറ്റായിട്ടുണ്ട് ബിരിയാണി. അപ്പൊ ഇനി കഴിക്കാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നു. 2 പേരും കൂടെ വരാനുണ്ട്. അവരും കൂടെ വന്നിട്ട് വേണം കഴിക്കാനായിട്ട്. എടാ രസമുണ്ടോ ബിരിയാണി? രസമുണ്ടോ? കൊള്ളൂല? കാഴ്ച നമുക്ക് ഉള്ള സ്ഥലത്ത് നമ്മള് ഉള്ള ഒരു എൻജോയ്മെന്റ് ആണ് കേട്ടോ. അല്ല കാണാ അല്ല എന്തില്ലേ എന്തില്ലേ തലശ്ശേരിയോ? ഓ അത്രക്കെത്തിയോ? ഇച്ചിരി കൂടുതലല്ലേ? അല്ല വെള്ളം വേണം. ചേച്ചി കഴിക്കട്ടെടാ. നീ എവിടെ പോവാ? അത് മറ്റേ ചെറുതായി പോവും. പേപ്പർ വാഴെല്ലാം സെറ്റാ. സ്കൂളിൽ പഠിക്കാൻ പറയില്ല. സ്കൂളിൽ ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ പഠിക്കും. സ്കൂളിൽ ഞങ്ങൾ തിങ്കളാഴ്ച എന്തൊക്കെയോ